ഇത് കൽബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ലുല്ലുവിനെ കുറിച്ച് പറയാം. ഈ ലുല്ലു ഈ അക്ഷയത്തിൽ ഇത്രയും പേരെ നമ്മളിങ്ങനെ കാണുമ്പോൾ എൻ്റെ ആദ്യ സിനിമയായ മങ്കിപ്പൻ ആണ് ലുല്ലുവിൽ ഇങ്ങനെ നടക്കുന്ന ഫംഗ്ഷൻ, ആദ്യത്തെ ഫംഗ്ഷൻ. ഞാനിപ്പം ഇതിൻ്റെ സ്വരാജിനോട് പറയുകയാണ്. അപ്പോൾ വീണ്ടും 20ാമത്തെ സിനിമയുമായിട്ട് ലുല്ലുവിൽ അതിൻ്റെ ട്രെയിലർ ലോഞ്ചിന് വരുമ്പോൾ പെട്ടെന്ന് ഞാൻ 20 സിനിമകൾക്കപ്പുറം ഒന്ന് ചിന്തിച്ചു പോയി. ഇപ്പം 20 പടങ്ങളിലൂടെ 16ഓളം പുതിയ ഡയറക്ടേഴ്സിനെയും 150ഓളം പുതിയ ആക്ടേഴ്സിനെയും 6-7ഓളം മ്യൂസിക് ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ക്യാമറാമെൻ, അങ്ങനെ ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം ഫ്രൈഡേ ഫിലിം ഹൗസിന് ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് അവരുടെ മേഖലകളിൽ താരങ്ങളാണ്. ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ക്യാമറാമാൻ ആണെങ്കിലും. അപ്പോൾ അങ്കമാലി ഡയറക്ടറിനെ കുറിച്ച് രേണു പറയുണ്ടായി. അങ്കമാലി ഡയറക്ടറിലാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയാണ്. അതിലൂടെയാണ് 110ഓളം ആക്ടേഴ്സിനെ ഒരുമിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്, അല്ലെങ്കിൽ ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ആയിരിക്കാം, ഒരേ റീജിയനിലല്ല അല്ലെങ്കിൽ അങ്കമാലി എന്ന സ്ഥലത്തു നിന്ന് വരുന്ന ഒരു പറ്റം യങ്സ്റ്റേഴ്സിനെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്. എന്നും പുതിയ ടാലൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടോ അങ്ങനെ ഒരു പേര് ഫ്രൈഡേ ഫിലിം ഹൗസ് വന്നിട്ടുണ്ട്, പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ സമീപിക്കുന്നതും കഥയുമായിട്ട് വരുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് നമ്മൾ സമീപിക്കാറുണ്ട്. അപ്പം നല്ല ടാലൻ്റഡായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിനിമയാണ് കൽബ്. രേണു നേരത്തെ പറഞ്ഞ പോലെ 30ൽ പരം റിലേറ്റീവ്ലി ന്യൂവായിട്ടുള്ള, എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സുപരിചിതരായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് കൽബ് വരുന്നത്. സാജിദാണ് എൻ്റെ ഡയറക്ഷൻ. സാജിദിൻ്റെ 3ാമത്തെ സിനിമയാണ്. മോഹൻലാൽ എന്ന മഞ്ജു വാര്യർ സെൻട്രൽ ക്യാരക്ടർ അഭിനയിച്ച സിനിമയ്ക്ക് ശേഷം പാലോട്ടി എന്നൊരു സിനിമ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ടായി, എന്നാലും അത് റിലീസ് ചെയ്തിട്ടില്ല. ഇത് 3ാമത്തെ ചിത്രമാണ്. ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഒരു പ്രണയത്തിൻ്റെ 7 തലങ്ങളിലൂടെ, അല്ലെങ്കിൽ 7 തലങ്ങളാണ് പ്രണയത്തിലുണ്ടെന്നാണ് പറയുന്നത്. ആ 7 തലങ്ങളിലൂടെ ഉള്ളൊരു യാത്രയാണ് കൽബ്. ഇതിൽ രഞ്ജിത്ത്, സജീവ്, മൈക്ക് എന്ന സിനിമയിലൂടെ അഭിനയിച്ച റിലേറ്റീവ്ലി ന്യൂക്കമറായ വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള രഞ്ജിത്താണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. നേഹ എന്ന പുതുമുഖമാണ്. നേഹനെ നിങ്ങൾ ഓൾറെഡി ഇവിടെ കാണും. നേഹയാണ് നായികയായിട്ട് അഭിനയം. പിന്നെ കൂടാതെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സുപരിചിതമായ മുഖങ്ങൾ, അവരെല്ലാം ഇവിടെ നിങ്ങൾ കുറച്ച് നേരത്തിനുള്ളിൽ കാണാം. അവരാണ് ഇതിൽ അതർ സെൻട്രൽ ക്യാരക്ടേഴ്സ്. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും ഏവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ എവർഗ്രീൻ സിദ്ദിഖ ആണ് ഇതിലെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. ലേനയോടൊപ്പം 3 പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് ന്യൂ ടെക്നീഷ്യൻസിനെ ഈ സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായി. കോൾ അപ്പോൺ സാജിദ് ടു ടോക്ക് മോർ അബൌട്ട് ദ ഫിലിം. പ്ലീസ് ഗിവ് സാജിദ് എ ബിഗ് ക്ലാപ്പ്, ദ ഡയറക്ടർ ഓഫ് ദ ഫിലിം. കൽബിനെ കുറിച്ച് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണുന്നതിൽ. സ്വരാജ് ഭായാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി. കാര്യം ഇങ്ങനൊരു പുതിയ സിനിമയ്ക്ക് ഒരുപാട് പുതിയ ആളുകളുമായിട്ടുള്ള ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ്, ഇങ്ങനെ ഒരു സപ്പോർട്ട് നമ്മളുണ്ട്. കൽബ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. എൻ്റെ നാട്, എൻ്റെ ആലപ്പുഴയാണ് എൻ്റെ നാട്. അപ്പോൾ ആലപ്പുഴയിലെ ഞാൻ കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനെ വെച്ചുണ്ടാക്കിയൊരു കഥയാണ്. ഞാനും സുഹൈൽ കോയ എന്ന ഇതിനിപ്പുറം എഴുതിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് കൽബ്. 10-20 പാട്ടുകളും. ഇപ്പം വിജയഭായ് നേരത്തെ പറഞ്ഞതുപോലെ 7 സ്റ്റേജസ് ഓഫ് ലവ് ആണ്. ഒരു ഹൃദയം പ്രണയത്തിലാണെങ്കിൽ അത് ഏത് സ്റ്റേജിൽ കടന്നു പോകുന്നതാണ് സൂഫി ഫിലോസഫികളൊക്കെ പറയുന്നത്. ആ അഡാപ്ഷൻ ആലപ്പുഴയിലെ കുറേ നമ്മൾ കണ്ടുള്ള കുറേ ജീവിതങ്ങളിൽ അപ്ലൈ ചെയ്തുണ്ടാക്കിയ ഒരു സിനിമയാണ് കൽബ്. ഒരുപാട് പാട്ടുകളും കുറച്ച് ഫൈറ്റും ഒക്കെയുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ എല്ലാ ചെരുവുള്ളൊരു സിനിമയായിരിക്കും. എന്തായാലും ജനുവരിയിലാണ് പടം. ജനുവരി 12th പടം റിലീസ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇവിടെ ഈ പ്രണയിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. പ്രണയിച്ചിട്ടുള്ളവർ എത്ര പേര്? ഒന്ന് ശബ്ദം ഉണ്ടാക്കി കൈവയ്ക്കുക. പ്രണയിച്ചിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടിക്കറ്റൊക്കെ കൊടുക്കാമല്ലേ? കുറച്ച് 12ാം തീയതി ഞങ്ങളുടെ സിനിമ റിലീസാവുകയാണ്. അപ്പോൾ 10ാം തീയതി ഒരു പ്രീമിയർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രണയിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് രേണുവിനോട് പറഞ്ഞാൽ രേണു എന്തോ കുറേ ടിക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ടില്ലേ? ശരി. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.